ഈ അടുത്ത ദിവസം പഹൽഗാം എന്ന് പറഞ്ഞ കാശ്മീരിലത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ 27ഓളം പേരെ ടെററിസ്റ്റുകൾ വെടിവെച്ച് കൊന്നു. അത് മുസ്ലിമാണോ ഹിന്ദു ആണോ എന്ന് ചോദിച്ചിട്ടാണ് വെടിവെച്ച് വന്നത്. ഇത് ഇരിക്കുന്നത് അതിർത്തിയിൽ നിന്ന് 200 കിലോമീറ്റർ ഇപ്പുറത്താണ്. ഇതിനു മുമ്പ് 2019 പുൽവാമയിൽ അറ്റാക്ക് നടന്നത് അതിർത്തിയിൽ നിന്ന് 80 കിലോമീറ്റർ ഇപ്പുറത്തു നിന്നാണ്. സത്യത്തിൽ ഇവർക്ക് എവിടെ നിന്നാണ് തോക്ക് കിട്ടുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും. നിങ്ങൾ അതിർത്തികളിൽ എയർപോർട്ടിൽ എങ്ങനെയാണോ ചെക്കിങ്, അതുപോലെ തന്നെയാണ് അതിർത്തികളിൽ. ഇപ്പോൾ പാക് ഇന്ത്യ അതിർത്തി ആയാലും ഏത് അതിർത്തി ആയാലും അവിടെ ആർമീസുകളെ ചെക്കിങ്. സത്യത്തിൽ അവിടെ ചോദിക്കാനും പറയേണ്ട ഒരാൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വെടിവെച്ചിടും. അത്രയും ചെക്കിങ് ആണ് അവിടെ ഉള്ളത്. എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വെള്ളം ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അവരെ അനുമതി ഇല്ലാതെ. ഫുൾ ചെക്ക് ചെയ്ത് ക്ലിയർ ആക്കി എന്തെങ്കിലും മാരകായുധങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് വിടുള്ളൂ. അത്രയും ചെക്കിംഗ് ആണ് എയർപോർട്ടിലൊക്കെ നടക്കുന്നത്. അതിൻ്റെ ഇരട്ടി ചെക്കിംഗ് ആയിരിക്കും അതിർത്തികളിലുള്ളത്. ഇത്രയും 200 കിലോമീറ്റർ ഇപ്പുറത്തുള്ളൊരു സ്ഥലത്തേക്ക് ഗണ്ണ്, ചെറിയ പിസ്റ്റൾ പോലും അല്ല, വലിയ ഗണ്ണ് ഇവിടേക്ക് കൊണ്ടുവന്ന് അറ്റാക്ക് നടത്തണമെങ്കിൽ നമ്മളെ അതിർത്തികളിൽ നല്ല രീതിയിൽ പാളിച്ചകളുണ്ട്. ലോക്കൽ ഗൺ മേക്ക് ചെയ്തെടുത്തതല്ല, പക്ക മിഷ്യൻ ഗണ്ണുകളാണ്. 200 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് ഒരു തീവ്രവാദികൾ, അപ്പോൾ ആൾക്കാരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതാണ്, വിസ കിട്ടുന്നതാണ്. പാകിസ്ഥാനികൾ കുറച്ച് പേര് ഇവിടെയുണ്ട്, ഇന്ത്യക്കാർ കുറച്ച് പേര് പാകിസ്ഥാനിലുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷേ ഒരു ഗൺ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ സുരക്ഷാ ക്രമീകരണത്തിൽ വളരെയേറെ പാളിച്ചകളുണ്ട്. പുൽവാമ ഉണ്ടായിരുന്നപ്പോഴും ഇതേ തന്നെയാണ് ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. 80 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് ഈ മാരകായുധങ്ങളും വെടിമരുന്നുകളും എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ അല്ലേ. നമ്മൾ ഇത്രയും ഇൻ്റലിജൻസും കുറേ സേനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? 200 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വന്നിട്ട് ഇത് ചെയ്യണമെങ്കിൽ, അത് ഹിന്ദു ഏതാ മുസ്ലിം ഏതാന്ന് ചോദിച്ച് ചെയ്യണമെങ്കിൽ അത് കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയ ആൾക്കാരാണ്. നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഗവൺമെൻറ്റിനെതിരായിട്ടൊന്നും ഒരിക്കലും ഒരു ഇത് പറയുന്നതല്ല. പക്ഷെ നിങ്ങളെ ഭാഗത്ത് തെറ്റുണ്ട്. ഒരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല. സുരക്ഷ വേണം. ഇപ്പോൾ ഈ പഴയ ഒരു പട്ടാളക്കാരൻ പറയുന്നുണ്ട് 3 വർഷമായിട്ട് റിക്രൂട്ട്മെൻ്റ് ഒന്നും നടത്തിയിട്ടില്ല, പട്ടാൾക്കാർ കുറവാണ് എന്നുള്ളത്. നിങ്ങൾ വലിയ രാജ്യസ്നേഹം കാര്യങ്ങൾ പറയണതിൻ്റെ ഇടയിൽ ഇത്തരം കാര്യങ്ങൾ മറന്നു പോകരുത്. നമ്മളെ സഹോദരങ്ങൾ മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, നമ്മളെ സഹോദരങ്ങളിലെ മനുഷ്യന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ടെങ്കിൽ, തീവ്രവാദത്തിൻ്റെ പേരിൽ ഇവർ ആൾക്കാരെ മതത്തിൻ്റെ പേരിൽ കൊന്നൊടുക്കിയിട്ടുണ്ടെങ്കിൽ അവന്മാരെതിരെ തിരിച്ച് പല്ലിന് പല്ല് ചോരയ്ക്ക് ചോര എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചടിക്കണം. അതല്ലാതെ യാതൊരുവിധ കോംപ്രമൈസ് ചർച്ചയ്ക്കോ ഒരു കാര്യത്തിനും നിൽക്കരുത്. അത് പാകിസ്ഥാനായാലും അഫ്ഗാനിസ്ഥാനായാലും ഏത് സ്ഥാനമായാലും.